സെപ്റ്റംബർ 2-നാണ് മധ്യപ്രദേശിൽ ശിവം എന്ന 4 വയസ്സുകാരൻ മരിക്കുന്നത്. അതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നത് 2 ആഴ്ചയ്ക്കു ശേഷമാണ്. അതിനിടയിൽ അദ്നാനും ഉസൈദും ഋഷികയും ശ്രേയയും വികാസും മരിച്ചു കഴിഞ്ഞിരുന്നു. ആരോഗ്യവകുപ്പ് ഈ പ്രദേശത്തെ വെള്ളത്തിന്റെ ഉറവിടങ്ങൾ പരിശോധിച്ചു. എലികളെയും കൊതുകുകളെയും പിടികൂടി പരിശോധിച്ചു. വവ്വാലുകളെ പിടികൂടി അവയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. പഴങ്ങളും പച്ചക്കറികളും ഒക്കെയും പരിശോധിച്ചു. ഇതിനൊക്കെ പുറമെ അരിയും ഗോതമ്പും പരിശോധിച്ചു. എല്ലാ പരിശോധനകളുടെയും ഫലം നെഗറ്റീവായിരുന്നു. ഇവയിൽ ഒന്നിലും ജീവനൊടുക്കാൻ പര്യാപ്തമായ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. ഈ കുട്ടികളുടെ ഒന്നും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. രക്ഷിതാക്കൾ സമ്മതിക്കാത്തതിനാൽ പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിതാംശ എന്ന 4 വയസ്സുകാരിയെ പ്രവേശിപ്പിച്ചിരുന്നത് നാഗ്പൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ നിന്നാണ് ഹിതാംശയുടെ മരണം വൃക്കകളുടെ തകരാറ് മൂലമാണെന്ന റിപ്പോർട്ട് എത്തിയത്. അതേ ദിവസം തന്നെ വികാസ് എന്ന 5 വയസ്സുകാരനും മരിച്ചു. അതും വൃക്ക തകരാർ മൂലമാണ്. ഇതോടെ നടത്തിയ റെനൽ ബയോപ്സിയിലാണ് കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നത്. വികാസിന്റെ മരണത്തിന് പിന്നാലെ ചികിത്സയിലുള്ള 3 കുട്ടികളുടെ ബയോപ്സി നടത്തി. നെഫ്രോൺ ഡാമേജ് എന്നായിരുന്നു ഫലം. വൃക്കകൾക്ക് ഗുരുതര തകരാർ സംഭവിക്കുന്നു. ഈ കുട്ടികൾക്കാർക്കും നേരത്തെ വൃക്ക തകരാറുണ്ടായിരുന്നില്ല. മറ്റ് അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നില്ല. അതോടെ ഗാംബിയ എന്ന പേര് അധികൃതർക്ക് മുന്നിലേക്ക് ഉയർന്നു വരികയായിരുന്നു.